എല്ലാവർക്കും സ്വർണം വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ സ്വർണം വാങ്ങാനുള്ള ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള വഴി നിങ്ങൾക്ക് അറിയോ? അറിയെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നമ്മളിൽ പലരും സ്വർണം വാങ്ങാന്ന് പറഞ്ഞാൽ ഒരു ജ്വല്ലറി ഷോപ്പിൽ പോയി അവിടെ മേക്കിംഗ് ചാർജും GSTയും എല്ലാം കൂടെ കൊടുത്ത് ഒന്നെങ്കിൽ കോയിനോ അല്ലെ ബാറോ അല്ലെങ്കിൽ കുറച്ചും കൂടി മേക്കിംഗ് ചാർജ് കൊടുത്ത് ജ്വല്ലറിയുടെ രൂപത്തിലാണ് വാങ്ങാറ്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ₹1 പോലും മേക്കിംഗ് ചാർജ് കൊടുക്കാതെ ഗോൾഡ് വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാലോ? ഈ വീഡിയോയിൽ എക്സാക്ട്ലി നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങണമെങ്കിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട്, ഏറ്റവും ഗ്യാരണ്ടീഡ് ആയിട്ട്, ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള വഴി വിച്ച് ഇസ് ഗോൾഡ് ETF. എന്താണ് ഗോൾഡ് ETF? എന്തൊക്കെയാണ് ഗോൾഡ് ETF അഡ്വാൻറ്റേജസ് ആൻഡ് എങ്ങനെയാണ് ഈ ഗോൾഡ് ETF നമുക്ക് പ്രാക്ടിക്കലി വാങ്ങാൻ പറ്റുക എന്നുള്ള ലൈവ് ഡെമോ അടക്കം നമ്മൾ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഗോൾഡ് വാങ്ങാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിരിക്കുക. അതേസമയം എന്തുകൊണ്ട് നിങ്ങൾ ഗോൾഡ് വാങ്ങണമെന്നും ഗോൾഡ് വാങ്ങാൻ ഇപ്പോൾ ഒരു നല്ല സമയമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം കൂടെ നമ്മളൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നോക്കേണ്ടത് എന്താണ് ഈ ഗോൾഡ് ETF എന്നാണ്. നിങ്ങൾ 1 യൂണിറ്റ് ഗോൾഡ് ETF വാങ്ങുകയാണെങ്കിൽ അത് നിങ്ങൾ 1 ഗ്രാം ഗോൾഡ് വാങ്ങുന്നതിന് തുല്യമാണ്. ഇനി മനസ്സിലാക്കേണ്ടത് ഈ ഗോൾഡ് ETF നിങ്ങൾ ജ്വല്ലറിയിൽ പോയിട്ടല്ല വാങ്ങുക, നിങ്ങളൊരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി, ആ ഒരു കമ്പനിയുടെ അടുത്ത് നിന്ന് നിങ്ങൾ ഡിജിറ്റലായിട്ട് വാങ്ങുകയാണ് ചെയ്യുക. പക്ഷേ നിങ്ങൾ ഈ ഗോൾഡ് ETF ഡിജിറ്റലായിട്ട് അവരുടെ അടുത്ത് വാങ്ങുന്ന സമയത്ത് ആ AMC നിങ്ങൾക്ക് വേണ്ടി 1 ഗ്രാം ഗോൾഡ് വാങ്ങിച്ച് അവരുടെ വാൾട്ടിൽ സൂക്ഷിക്കുന്നുണ്ടാവും. ഈ ഗോൾഡ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള വാൾട്ടിലായിരിക്കും. എന്ന് മാത്രമല്ല ഇത് സെബി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ റെഗുലർ ആയിട്ട് സെബി ഓഡിറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഗോൾഡ് ETF എന്ന് പറഞ്ഞാൽ. മാത്രമല്ല ഗോൾഡ് ETF സംബന്ധമായിട്ട് എന്തെങ്കിലും കംപ്ലയിൻസോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സെബിക്കായിരിക്കും കംപ്ലയിന്റ് കൊടുക്കുക. സെബി ആയിരിക്കും ആ ഒരു കംപ്ലയിൻസും കാര്യങ്ങളും ഏറ്റെടുക്കാൻ പോകുന്നത്. ഇനി സെബി എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ RBI പോലെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത ഒരു ഗവർണിംഗ് ബോഡിയാണ്. ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്സ്, അതുപോലെ ഈ ഗോൾഡ് ETFും കാര്യങ്ങളൊക്കെ ഗവൺ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ബോഡിയാണ് സെബി. ഇനി അടുത്തുള്ള ചോദ്യം, ഈ ഗോൾഡ് ETF ഇങ്ങനെ ഡിജിറ്റലായിട്ട് വാങ്ങിച്ചിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ്. അപ്പോൾ പല അഡ്വാൻറ്റേജസ് ഗോൾഡ് ETF ഉണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് അഡ്വാൻറ്റേജ് സ്റ്റോറേജ് കോസ്റ്റ് ഇല്ല. നമ്മൾ ഫിസിക്കലായിട്ട് ഗോൾഡ് വാങ്ങുമ്പോൾ അതിപ്പോൾ ജ്വല്ലറി ആയിക്കോട്ടെ, കോയിൻ ആയിക്കോട്ടെ, ബാർ ആയിക്കോട്ടെ, നമ്മളത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. നമ്മുടെ വീട്ടിൽ സ്റ്റോർ ചെയ്താൽ ചിലപ്പോൾ കളവ് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി പ്രോപ്പറായി സ്റ്റോർ ചെയ്യണം. നിങ്ങൾ ബാങ്കിലെ ലോക്കറിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും. ആ ബാങ്കിലെ ലോക്കറിൽ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഓരോ വർഷം നിങ്ങളൊരു കോസ്റ്റ് കൊടുക്കേണ്ടി വരും. ഭയങ്കര കോസ്റ്റ് ഒന്നും അല്ലെങ്കിലും 1000 മുതൽ 2000 വരെ മിനിമം കോസ്റ്റ് വരുന്നതായിരിക്കും. ആ ഒരു കോസ്റ്റ് നമ്മൾ ഗോൾഡ് ETF വാങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്നതല്ല. രണ്ടാമത്തെ കാര്യമുള്ളത് നോ മേക്കിംഗ് ചാർജസ്. നിങ്ങളൊരു ജ്വല്ലറി ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ ആഭരണമായിട്ട് സ്വർണ്ണം വാങ്ങുകയാണെങ്കിൽ ഭയങ്കര അധികം മേക്കിംഗ് ചാർജ് ആയിരിക്കും ഉണ്ടാവും. 10%, 12%, അതിൻ്റെ മുകളിലേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ ഡിസൈനും അനുസരിച്ചൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഗോൾഡ് കോയിൻ വാങ്ങുകയാണെങ്കിൽ പോലും അവിടെ മേക്കിംഗ് ചാർജ് വരുന്നതായിരിക്കും. മിനിമം 1% മുതൽ 3% വരെ മേക്കിംഗ് ചാർജ് ആ ഒരു കോയിനിന് വരുന്നതായിരിക്കും. എന്നാൽ ഗോൾഡ് ETF കാര്യത്തിൽ മേക്കിംഗ് ചാർജ് 0 ആണ്. ഒരു പൈസ പോലും നിങ്ങൾ മേക്കിംഗ് ചാർജ് ആയിട്ട് കൊടുക്കാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യമാണ് GST. നിങ്ങൾ ജ്വല്ലറി വാങ്ങുമ്പോൾ അത് ഏത് രീതിയിൽ നിങ്ങൾ ഫിസിക്കലായിട്ട് ജ്വല്ലറി വാങ്ങുകയാണെങ്കിലും നിങ്ങൾ GST കൊടുക്കേണ്ട ഒരു 3%. ഈ GSTയും ഗോൾഡ് ETF ഇല്ല. മൂന്നാമത്തെ കാര്യമാണ് ബൈ സെൽ സ്പ്രെഡ്. നിങ്ങൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വരുന്ന ആ ഒരു പൈസയുടെ ഡിഫറൻസ്. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾ ഇന്ന് ഒരു ജ്വല്ലറിയിൽ പോയിട്ട് ഒരു ഗോൾഡ് കോയിൻ വാങ്ങിച്ചു. നിങ്ങൾ അന്നത്തെ ഗോൾഡ് വിലയ്ക്കായിരിക്കും നിങ്ങൾ വാങ്ങാൻ പോകുന്നത്. നിങ്ങൾ അന്ന് തന്നെ അവർക്ക് വിൽക്കുകയാണെങ്കിലും നിങ്ങൾക്ക് തിരിച്ച് കിട്ടാൻ പോകുന്ന പൈസ അന്നത്തെ ഗോൾഡ് വിലയുടെ പൈസ ആയിരിക്കില്ല. അവർ ചെറിയൊരു കമ്മീഷൻ അതിൽ കുറയ്ക്കും. പലരും 1%, 2% ആയിരിക്കും കുറയ്ക്കുക. ആ 1-2% കുറച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു പൈസ തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സെയിം ഡേ വാങ്ങിയിട്ട് വിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 2% വരെ നഷ്ടം ഉണ്ടാവും. ഇതിനാണ് നമ്മൾ ബൈ സെൽ സ്പ്രെഡ് എന്ന് വിളിക്കുന്നത്. ഇത് നിങ്ങൾ കോയിനായിട്ട് വാങ്ങുകയാണെങ്കിൽ 2% വരെ ഉണ്ടാവുള്ളൂ. പക്ഷേ ജ്വല്ലറി ആയിട്ട് വാങ്ങുകയാണെങ്കിൽ അതിൽ കൂടുതലാവാം. ഈ ഒരു എക്സ്ട്രാ ചാർജ്, ഈ ഒരു എക്സ്ട്രാ കോസ്റ്റ് നിങ്ങൾ ഗോൾഡ് ETF വാങ്ങുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ 3 രീതിയിലുള്ള കോസ്റ്റുകളാണ് നിങ്ങൾ ഗോൾഡ് ETF വാങ്ങുന്ന വഴി നിങ്ങൾ സേവ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, നമുക്ക് ഈ ഗോൾഡ് ETF ആക്ച്വലി സ്റ്റോക്സ് വാങ്ങുന്ന പോലെ, നിങ്ങൾ ഓരോ കമ്പനിയുടെ സ്റ്റോക്സ് വാങ്ങുന്ന പോലെ വാങ്ങുകയും ചെയ്യാം, അതേപോലെ തന്നെ വിൽക്കുകയും ചെയ്യാം. അതായത് നിങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് എവിടെയും പോകേണ്ട ആവശ്യമില്ല. ആകെ നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി സ്റ്റോക്സിലൊക്കെ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇത് ഡിജിറ്റലായിട്ട് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് വാങ്ങാം. നിങ്ങൾ ഞെക്കി കഴിഞ്ഞാൽ വാങ്ങാം. അത് ഞാൻ എങ്ങനെയാണ് വാങ്ങേണ്ടതെന്നുള്ള കാര്യം ഞാൻ ഉടനെ തന്നെ കാണിച്ചു തരാം ഈ വീഡിയോയിൽ തന്നെ. അതേസമയം നിങ്ങൾക്ക് വിൽക്കണമെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് വിൽക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഗോൾഡ് ETF വാങ്ങാനുള്ള സംവിധാനമുണ്ട്. അതും ഞാൻ പറഞ്ഞുതരാം. നാലാമത്തെ കാര്യമാണ് നിങ്ങൾക്ക് SIP ഉള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ SIP എന്താണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലാ മാസവും നിങ്ങൾക്ക് ഫിക്സ്ഡ് ആയിട്ട് എമൗണ്ട്, ഫോർ എക്സാമ്പിൾ ഒരു 5000 രൂപ നിങ്ങൾക്ക് ഒരു സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, അത് മ്യൂച്വൽ ഫണ്ട് ആവാം, ഗോൾഡ് ETF ആവാം, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് നമ്മൾ SIP എന്ന് വിളിക്കുക. ആ SIP ഫെസിലിറ്റിയും ഗോൾഡ് ETF ഉണ്ട്. അപ്പോൾ മന്ത്ലി ഒരു പൈസ നിങ്ങൾക്ക് ഗോൾഡിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് ETF ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് ഗോൾഡ് ETF ഉള്ളത്. അടുത്ത ചോദ്യം, ഈ ഗോൾഡ് ETF നമുക്ക് എങ്ങനെയാണ് വാങ്ങാൻ പറ്റുക? അത് ഞാൻ ലൈവ് ഡെമോ ആയിട്ടായിരിക്കും കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടൊരു ഐഡിയ കിട്ടും. ഹലോ എവരിവൺ. അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നാൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടത്, ഏത് ഫണ്ട്സാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഈ കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോഴ്സിന്റെ പേര് മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്നാണ്. ഈ ഒരു കോഴ്സിൽ ഏറ്റവും ബിഗിനർ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും എങ്ങനെയാണ് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടതെന്നും മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടേമിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ മ്യൂച്വൽ ഫണ്ട്സ് ശരിക്കും മനസ്സിലാക്കുകയും അതുവഴി അതിന്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗോൾഡ് ETF വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് ആദ്യം വേണ്ട ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആണ്. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ആപ്പ് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ഉപയോഗിക്കാം. സീറോദ ആയിക്കോട്ടെ, ഗ്രോ ആയിക്കോട്ടെ, ധൻ ആയിക്കോട്ടെ, ഏത് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ധനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്സിൻ്റെ സെക്ഷനിൽ തന്നെ പോകാം. എങ്ങനെയാണ് നമ്മൾ സ്റ്റോക്സ് വാങ്ങുക, ആ സെക്ഷനിൽ തന്നെ പോകാം. എന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഗോൾഡ് ETF എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഗോൾഡ് ETF എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറേ ഗോൾഡ് ETFസിൻ്റെ ലിസ്റ്റ് കിട്ടും. അപ്പോൾ ഓരോരോ AMCs ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ AMCയുടെ ഗോൾഡ് ETF ആയിരിക്കും ഇവിടെ കാണാം. അപ്പോൾ ടാറ്റേനുണ്ട്, SBI ഉണ്ട്, HDFC-നുണ്ട്, കോട്ടക്കിനുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ഗോൾഡ് ETFs കിട്ടും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ഗോൾഡ് ETFസും ബേസിക്കലി സെയിം ഗോൾഡാണ് വാങ്ങുന്നത്. 99.5% പ്യൂരിറ്റി ഉള്ള ഗോൾഡ് വാങ്ങി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വാങ്ങി വെക്കുന്ന ഗോൾഡിലും അങ്ങനത്തെ കാര്യത്തിലും ഒരു ഡിഫറൻസും ഇല്ല. മാത്രമല്ല ഗോൾഡിൻ്റെ പൈസ ഉയർന്നു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെയും ഗോൾഡ് ETFിൻ്റെ പൈസയും ഒരേപോലെ തന്നെ ആയിരിക്കും ഉയരാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഏത് വേണം നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തൽക്കാലം ഞാൻ കാണിക്കാൻ വേണ്ടി ടാറ്റ ഗോൾഡ് ETF ഞാൻ ചൂസ് ചെയ്യാൻ പോകണം. അപ്പോൾ കറന്റ് ടാറ്റ ഗോൾഡ് ETFിൻ്റെ പ്രൈസ് വരുന്നത് 10.71 ആണ്. അപ്പോൾ ഇത്രയും രൂപ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഗോൾഡ് ETF എനിക്ക് വാങ്ങാവുന്നതാണ്. ഇനി ഞാൻ ഈ ഗോൾഡ് ETF ഇവിടെ വാങ്ങുകയാണെങ്കിൽ, ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം എത്രത്തോളം ആക്ച്വൽ ഗോൾഡിൻ്റെ പ്രൈസ് ഉയരുന്നു അത്രത്തോളം തന്നെയായിരിക്കും ഓൾമോസ്റ്റ് ഈ ഗോൾഡ് ETFിൻ്റെ പ്രൈസ് ഉയരാൻ പോകുന്നത്. അതേപോലെ അടുത്തൊരാഴ്ച ഗോൾഡിൻ്റെ പ്രൈസ് എത്രത്തോളം മുകളിലേക്ക് പോകുന്നു അത്രത്തോളം ആയിരിക്കും ഗോൾഡ് ETFിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകാൻ പോകുന്നത്. ആൻഡ് അടുത്തൊരു വർഷം ഗോൾഡിൻ്റെ പ്രൈസ് എത്രത്തോളം മുകളിലേക്ക് പോകുന്നു, ആക്ച്വൽ ഗോൾഡ് എത്രത്തോളം മുകളിലേക്ക് പോകുന്നു അത്രത്തോളം തന്നെയായിരിക്കും ഈ ഗോൾഡ് ETFിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ ഗോൾഡ് അടുത്ത വർഷം ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗോൾഡ് ETFും ഡബിൾ ആവുന്നതായിരിക്കും. നേരെ മറിച്ച് ഗോൾഡ് പകുതിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഗോൾഡ് ETFും പകുതി ആവുന്നതായിരിക്കും. അപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് ആയിരിക്കും ഇത് മിറർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ചാർട്ട് നോക്കിയാലും കാണാൻ പറ്റും. ലാസ്റ്റ് 6 മാസത്തിൽ ഈ ഗോൾഡ് ETF തന്ന റിട്ടേൺസ് 24.39% ആണ്. ഗോൾഡിന്റെ പ്രൈസ് കൂടിയതും ഓൾമോസ്റ്റ് അത്ര തന്നെയാണ്. ലാസ്റ്റ് 1 ഇയറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 45.5% ആണ് ഒരു വർഷം തന്ന റിട്ടേൺസ്. അപ്പോൾ അങ്ങനെ ഓരോ ടൈം ഫ്രെയിമിൽ എത്ര റിട്ടേൺസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. ഇനി ഗോൾഡ് ETF വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഗോൾഡ് ETF വാങ്ങുമ്പോൾ നമുക്ക് ഒരു എക്സ്പെൻസും വരില്ല എന്നാണോ? അല്ല, നമുക്ക് ഒരു എക്സ്പെൻസ് വരുന്നുണ്ട് അവിടെ. ആ എക്സ്പെൻസിനാണ് നമ്മൾ അതിന്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് വിളിക്കുക. നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഒക്കെ വാങ്ങുന്നവരാണെന്ന് നിങ്ങൾക്കറിയാം. നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് വാങ്ങുമ്പോൾ ആ മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു പെർസെൻറ്റേജ് ആയിട്ട് നമ്മൾ ഇടുന്ന പൈസൻ്റെ ഒരു ശതമാനമായിട്ട് ഒരു എക്സ്പെൻസ് വാങ്ങാറുണ്ട്. അതിനാണ് നമ്മൾ എക്സ്പെൻസ് റേഷ്യോ എന്ന് വിളിക്കുക. ഗോൾഡ് ETF വാങ്ങുമ്പോഴും ഈ ഒരു കമ്പനി, ഇപ്പോൾ ടാറ്റയാണ്, ടാറ്റ ഒരു എക്സ്പെൻസ് റേഷ്യോ നമ്മുടെ അടുത്ത് കളക്ട് ചെയ്യും. ആ എക്സ്പെൻസ് റേഷ്യോ പൊതുവെ മാക്സിമം ഒരു 1% വരെയാണ് വരിക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ 1 രൂപയായിരിക്കും അവർ കൊണ്ടുപോകാൻ പോകുന്നത്. 99 രൂപയുടെ ഗോൾഡ് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു വെക്കും. ആ ഒരു എക്സ്പെൻസ് റേഷ്യോ മാത്രം നമുക്കൊരു ചിലവായിരിക്കും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മൾ ഗോൾഡ് ഫിസിക്കൽ ഗോൾഡായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ എത്രയോ കുറവാണ്. കാരണം ഫിസിക്കൽ ഗോൾഡിൽ മിനിമം ഒരു 2% നിങ്ങൾക്ക് മേക്കിംഗ് ചാർജ് വരും. മൊത്തം വാല്യൂടെ 3% എക്സ്ട്രാ GST ആയിട്ട് വരുന്നതായിരിക്കും. മാത്രമല്ല നമ്മൾ പറഞ്ഞ പോലെ തന്നെ വിൽക്കുമ്പോൾ എക്സ്ട്രാ ഒരു കോസ്റ്റ് വരുന്നതായിരിക്കും. അത് വെച്ച് നോക്കുമ്പോൾ ഗോൾഡ് ETFിന് വളരെ ചാർജ് കുറവാണ്. ഇനി എല്ലാ ഗോൾഡ് ETFിനും 1% ആവണമെന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ടേബിളിൽ കാണാൻ പറ്റും. ഞാനിവിടെ പല ഗോൾഡ് ETF ഇവിടെ കമ്പാരിസൺ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ ഗോൾഡ് ETFിൽ എത്രത്തോളാണ് എക്സ്പെൻസ് റേഷ്യോ എന്നുള്ള കാര്യം ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം. ഇപ്പോൾ ടാറ്റ ഗോൾഡിനാണെങ്കിൽ 0.38% ഉള്ളൂ. എന്നാൽ നിപ്പോൺ ഇന്ത്യ ഗോൾഡ് ETFിനാണ് 0.8% ആണ്. അതുപോലെ ഓരോ ഗോൾഡ് ETFിനും ചെറിയ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് എക്സ്പെൻസ് റേഷ്യോ പൊതുവെ കുറവുള്ള ഒരു ഗോൾഡ് ETF വാങ്ങുന്നതായിരിക്കും നല്ലത്. തൊട്ട് ലെഫ്റ്റിൽ നിങ്ങൾ കാണുന്നതാണ് മാർക്കറ്റ് ക്യാപ്പ്. അതായത് എത്രത്തോളം പൈസ ആൾക്കാർ ഈ ഒരു ഗോൾഡ് ETFിൽ ഇൻവെസ്റ്റ് ചെയ്തെന്നുള്ള കാര്യമാണ്. അപ്പോൾ ടാറ്റ ഗോൾഡ് ETF നോക്കുകയാണെങ്കിൽ 1139 കോടി രൂപയാണ് ഇന്ത്യക്കാർ ഈ ഒരു ഗോൾഡ് ETFിൽ ഇട്ട പൈസ. ഇതിൽ ഏറ്റവും കൂടുതലുള്ള നിപ്പോൺ ഗോൾഡ് ETFിലാണ്, അഥവാ ഗോൾഡ് ബീസ് എന്നാണ് വിളിക്കുക. അതിൽ ഓൾമോസ്റ്റ് 26,000 കോടി രൂപയാണ് ഇന്ത്യക്കാർ പൈസ ഇട്ടിരിക്കുന്നത്. പൊതുവെ ഈ മാർക്കറ്റ് ക്യാപ്പ് കൂടുന്ന സമയത്ത് എക്സ്പെൻസ് റേഷ്യോ കൂടുതലായിരിക്കും. കാരണം മാർക്കറ്റ് ക്യാപ്പ് കൂടുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് അതിലിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങാനും അതുപോലെ വിൽക്കാനും ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ വലിയ പൈസകളാണ് നിങ്ങൾ ഇടുമെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ 1 കോടി രൂപയ്ക്കാണ് നിങ്ങൾ ഒരു ദിവസം കൊണ്ട് ഗോൾഡ് ETF വാങ്ങാൻ വേണ്ടി ഇടുന്നെങ്കിൽ അവിടെ നിങ്ങൾ മാർക്കറ്റ് ക്യാപ്പ് കൂടിയ ഈ എക്സ്പെൻസ് റേഷ്യോ കൂടിയ ഗോൾഡ് ETF വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങാനും വിൽക്കാനൊക്കെ പറ്റും. നമ്മൾ വളരെ കുറച്ച് പൈസ ഇടുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ 1000 രൂപ 10,000 രൂപയ്ക്കാണ് മാക്സിമം നിങ്ങൾ ഇടാൻ പ്ലാൻ ഉള്ളെങ്കിൽ അവിടെ മാർക്കറ്റ് ക്യാപ്പ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾക്ക് എക്സ്പെൻസ് റേഷ്യോ മാർക്കറ്റ് ക്യാപ്പ് കുറവുള്ള ഒരു ഗോൾഡ് ETF ചൂസ് ചെയ്യാവുന്നതാണ്. വൺസ് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇത് വാങ്ങാനാണ്. വാങ്ങാൻ ഭയങ്കര സിമ്പിളാണ്. ഒരു സ്റ്റോക്ക് വാങ്ങുന്ന പോലെ നിങ്ങൾക്ക് വാങ്ങാം. ബൈ ക്ലിക്ക് ചെയ്യുക. ബൈ ക്ലിക്ക് ചെയ്ത് എത്രത്തോളം ക്വാണ്ടിറ്റി ആണോ നിങ്ങൾക്ക് വേണ്ട ആ ക്വാണ്ടിറ്റി നിങ്ങൾ കൊടുക്കുക. ക്വാണ്ടിറ്റി കൊടുത്തിട്ട് നിങ്ങൾ ബൈ കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് അവേഴ്സിലാണെങ്കിൽ അപ്പോൾ വാങ്ങുന്നതായിരിക്കും. ഞാനിപ്പോൾ മാർക്കറ്റ് അവേഴ്സിലല്ല നോക്കുന്നത്. മാർക്കറ്റ് അവേഴ്സിലല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കിപ്പോൾ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം. എക്സിക്യൂട്ട് ഓർഡർ വെൻ മാർക്കറ്റ് ഓപ്പൺസ് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. നാളെ രാവിലെ നോക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഒരു ഗോൾഡ് ETF ഉണ്ടാവുന്നതായിരിക്കും. ഈ രീതിയിൽ തന്നെയായിരിക്കും നിങ്ങൾ സെല്ല് ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് തന്നെ സെല്ല് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇനി അതല്ല നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടും കാര്യങ്ങളൊന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു സിമ്പിൾ വഴിയുണ്ട് ഗോൾഡ് ETFിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങാവുന്നതാണ്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മ്യൂച്വൽ ഫണ്ട് പ്ലാറ്റ്ഫോമിൽ തന്നെ ജസ്റ്റ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സിന്റെ പ്രത്യേകത, ആ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് ഗോൾഡ് ETFകളാണ് വാങ്ങുക. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പോയി ഗോൾഡ് ETF വാങ്ങുന്നതിന് പകരം നിങ്ങൾ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സിലൂടെ ഗോൾഡ് ETF ഓൺ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആ ഗോൾഡ് ETFിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ഒരു 0.3 ഒരു 0.4% ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് അവരുടേതായ ഒരു എക്സ്പെൻസ് റേഷ്യോ കൂടെ ചാർജ് ചെയ്യുന്നതായിരിക്കും. മിക്ക സമയത്ത് ഒരു 0.1 അല്ലെങ്കിൽ 0.2% ഒക്കെ അത് എക്സ്ട്രാ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു എക്സ്ട്രാ കോസ്റ്റും കൂടി നിങ്ങൾ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് വഴി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഒന്നും വേണ്ട, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രേഡ് ചെയ്യുന്ന ഒരാളല്ലെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും കുഴപ്പമില്ല.
കുഴപ്പമൊന്നുമില്ല. ആകെ ശ്രദ്ധിക്കേണ്ടത് എക്സ്ട്രാ ചെറിയൊരു എക്സ്പെൻസ് റേഷ്യോ കൂടുതൽ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് ഗോൾഡ് ETF എന്നും ഗോൾഡ് ETFന്റെ ശരിക്കും അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം മാത്രമല്ല ഈ ഗോൾഡ് ETF പ്രാക്ടിക്കലി എങ്ങനെയാണ് വാങ്ങാന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓൾസോ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട്സ് വർക്ക് ചെയ്യുക, എന്തൊക്കെ തരം മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടെന്നും അതൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കോഴ്സിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ 20% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓൾസോ നമ്മുടെ ഈ ചാനലിൽ ഇതുപോലെ ഇനിയും പേഴ്സണൽ ഫിനാൻസ് വീഡിയോസ് വരുന്നതായിരിക്കും. സോ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.